പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. അപ്പു പോയിട്ട് കുറച്ചായല്ലോ. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും അല്ലേ? അതെ. ഇനിയിപ്പോ സംസാരിച്ചില്ലെങ്കിലും അപ്പുവിന്റെ പ്രസൻസ് ആതിരയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും വിളിപ്പിച്ചത്. ഈശ്വര, ഇപ്പോഴാ ഒരു ആശ്വാസം തോന്നുന്നത്. ഇതുവരെ അപ്പുവിന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഞാനും അതുകൊണ്ടാ കഴിവതും ഒഴിഞ്ഞു മാറി നിന്നത്. ഗീതേച്ചി, അവർക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഡോക്ടർ വന്ന് അപ്പുവിനെ അകത്തേക്ക് വിളിപ്പിച്ചതേ ഉള്ളൂ. ആതിരയ്ക്ക് ബോധം വീണു. അപ്പുവിനെ കാണണമെന്ന് പറഞ്ഞു. ഇന്നലെ ഇത് അറിഞ്ഞിടം മുതല് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. മുരളി എവിടെ? മുരളിയേട്ടൻ ഞങ്ങളോട് വരാനിറങ്ങിയതാ. അപ്പോഴാ സൈക്കിൾ ഏതോ യൂണിയൻകാർ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മുരളിയേട്ടൻ അങ്ങോട്ട് പോയി. അത് സെറ്റിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. സമാധാനമായിട്ട് വന്നാ മതി എന്ന് മുരളി വിളിച്ചു പറ. ഇവിടെ ഇപ്പൊ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോ എങ്ങനെയുണ്ട് ആന്റി? ഒന്നും പറയണ്ട മോളെ. വിവരം അറിഞ്ഞ ആ നിമിഷം മുതല് ഇതുവരെ ഒരു വക അപ്പു കഴിച്ചിട്ടില്ല. ഐസിയുന്ന് ഡോക്ടറോ നഴ്സോ പുറത്തു വരുമ്പോൾ മാത്രം അവരോട് എന്തെങ്കിലും ചോദിക്കും. അല്ലാതെ വലിയ സംസാരമൊന്നുമില്ല. ഞങ്ങള് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായത്. അപ്പു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവക്ക് ഒരേ ടെൻഷനായിരുന്നു. അപ്പു ആതിരെ കണ്ടിട്ട് ഇപ്പൊ വരും മോളെ. നന്ദന്റെ വീട്ടുകാരെയൊക്കെ അറിയിച്ചോ ഗീതേച്ചി? അവിടുന്ന് നന്ദന്റെ അമ്മാവനും മോളും വന്നിട്ടുണ്ട്. അവര് ആതിരയ്ക്ക് ബോധം വീണ കാര്യം നന്ദനെ അറിയിക്കാൻ പോയിരിക്കുക. സി ബ്ലോക്കിലെ ഐസിയുലാ നന്ദൻ കിടക്കുന്നത്. ഈശ്വര, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാത്തല്ലോ. ഇന്നലെ മുരളിയേട്ടൻ പറഞ്ഞത് കേട്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി ഗീതേച്ചി. ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു അശ്വതി. എന്തായാലും മാള് വന്നത് നന്നായി. അപ്പുവിനൊരു കൂട്ടായല്ലോ. അങ്കിള് വിഷമിക്കണ്ട, അപ്പനെ ഞാൻ നോക്കിക്കോളാം. സത്യമാണ് നന്ദേട്ടാ, ആതിരയ്ക്ക് ബോധം വീണോ? ആദ്യം അന്വേഷിച്ചത് അപ്പുനെയാ. ഞങ്ങൾ ചെന്നപ്പോ അപ്പു ആതിരയെ കാണാൻ കയറി കഴിഞ്ഞിരുന്നു. അപ്പോ ആതിരയ്ക്ക് എന്നേക്കാൾ സീരിയസ് ആയിരുന്നു അല്ലേ? കുറച്ചൊക്കെ. നന്ദേട്ടൻ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. ഡോക്ടറും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇനിയിപ്പോ ഒരു ആശങ്കയും വേണ്ടെന്ന്. അപ്പുവിനോട് അവൾ സംസാരിച്ചോ? ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. ഇവിടൊന്നും അപ്പു പുറത്തേക്ക് വന്നിട്ടില്ല. രണ്ടുപേരും കൊതി തിരുവോളം സംസാരിക്കായിരിക്കും. സംസാരിക്കട്ടെ, അവര് സംസാരിക്കട്ടെ. അവൾ ആദ്യം കാണേണ്ടതും സംസാരിക്കേണ്ടതൊക്കെ അപ്പുവിനോട് തന്നെയാ. പറ്റുമെങ്കിൽ നാളെ എന്നെ റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും അവളെ ഒന്ന് കാണണം. നന്ദേട്ട സമാധാനമായിട്ട് കിടക്ക. ഇനിയിപ്പോ ആതിരയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൂനെ അവൾക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആതിരയുടെ കാര്യം അറിഞ്ഞപ്പോ അച്ഛനും ആശ്വാസമായി. ശേഖരൻ മാമൻ പുറത്തുണ്ട്. ഇവിടേക്ക് ഒരാളെയല്ലേ കടത്തിവിടൂ.
അച്ഛനും നന്ദേട്ടനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. നാളെ റൂമിലേക്ക് മാറ്റുമല്ലോ, അപ്പൊ എല്ലാവർക്കും കാണാം. നന്ദേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഇപ്പൊ ഒന്നും വേണ്ട, സമയത്തിനോടെ എല്ലാം കിട്ടുന്നുണ്ട്. അതെ, ഡോക്ടർ റൗണ്ട്സിന് വരാൻ സമയമായി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണേ. പോയിട്ട് വാ. അപ്പൂനോടും അമ്മാവനോടൊക്കെ എന്റെ അന്വേഷണം പറയണം. ശരി. എന്തായി മോളെ, നന്ദൻ എന്തു പറഞ്ഞു? നന്ദേട്ടന് ഭയങ്കര സന്തോഷമായി. ഇപ്പോഴാ ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത്. ആതിരയ്ക്ക് സീരിയസ് ആയിരുന്നു എന്ന കാര്യം അവൻ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു. അറിഞ്ഞപ്പോ ആകെ അങ്ങ് ടെൻഷനായി. പിന്നെ അപ്പുവിനോട് സംസാരിക്കണമെന്ന് ആതിര പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആളൊന്ന് ഹാപ്പിയായി. നാളെ നന്ദേട്ടനെ റൂമിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞുന്ന്. ആണോ? ഈശ്വര, രക്ഷപ്പെട്ടു. ഇനി ആതിര മോളെ കൂടി പെട്ടെന്ന് ആ ചില്ലുകൂട്ടി നിന്ന് ഇറക്കി കിട്ടിയാ മതിയായിരുന്നു. അല്ല മോളെ, ഇനിയിപ്പോ അതിനധികം താമസം ഉണ്ടോന്ന് തോന്നുന്നില്ല അല്ലേ? ആ, ഡോക്ടർ റൗണ്ട്സിന് വരാൻ സമയമായി. ആ, എന്നാ ഞാനിവിടെ നിൽക്കാം, മോൾ അങ്ങോട്ട് ചെല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ അച്ഛാ. വിളിക്കാം. ശരിക്കും എനിക്ക് എന്താ പറ്റിയപ്പോ? ഒന്നുമില്ലെന്നേ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ആക്സിഡന്റ്. നന്ദേട്ടനെ കണ്ടില്ലല്ലോ ഇതുവരെ. നന്ദൻ സാർ വരും, ഉടനെ വരും. നന്ദേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോ? ഏയ് ഇല്ലെന്നേ, നന്ദൻ സാർ ഇപ്പൊ വരും. എന്തോ ഒന്ന് ഒരു മിന്നായം പോലെ പാഞ്ഞു വരുന്ന പോലെ അത്രേ ഓർമ്മയുള്ളൂ. ആതിരിപ്പോ അതൊന്നും ഓർക്കാൻ ശ്രമിക്കണ്ട, കണ്ണടച്ച് കിടന്നോ. എന്റെ അടുത്തുനിന്ന് എങ്ങും പോവല്ലേ അപ്പോ? ഇല്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. അതിൽ കിടന്നോ. നന്ദേട്ടൻ വരുമ്പോ എന്നെ വിളിക്കണേ അപ്പോ? വിളിക്കാം. ആതിര, ആതിര, ഡോക്ടർ, ആതിര, ആതിര. അലാറം ജി. ഓക്കെ ഡോക്ടർ. ആതിര, സോറി സാർ, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ കാർഡിയാക് അറസ്റ്റായിരുന്നു.
പോകാൻ വേണ്ടിയായിരുന്നു മോളെ നീ കുറച്ചു മുമ്പ് ഏട്ടനെ തിരക്കിയത്. നീയല്ലെന്നുള്ള പറഞ്ഞത് ഇവൾക്കൊരു കുഴപ്പമില്ലെന്ന്. സാറ് കണ്ടോ എൻ്റെ അനിയത്തിയെ? കണ്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോ? ഇനിയുള്ള ആർക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാ മോളെ നന്ദ, നന്ദ കരയാതടാ. അപ്പോ എന്ത് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നും പറയണ്ട മാളു. നീ എന്ത് പറഞ്ഞാലും അതൊന്നും എന്റെ മനസ്സ് നിൽക്കില്ല. ഞാൻ ഓക്കെയാ. അല്ല, അവളെ മാനിയായിട്ട് യാത്രയാക്കണ്ടേ? വേണം. എന്നെ തേടി വന്നവളല്ലേ. യാത്രയാക്കുമ്പോ ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. വാ. അമ്മച്ചി, ഞാൻ ഇറങ്ങുകയാണേ. നീ ഇതെങ്ങോട്ടാ ഡേസമ്മ? പള്ളിയിലേക്കാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. പള്ളിയിലേക്കല്ല അമ്മച്ചി, ഞാനും ജോബിനും കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ഓ, ആ വണ്ടി ഇടിച്ചു കിടക്കുന്ന കൊച്ചിനെ കാണാൻ. അതിനിപ്പോ നീ ഇത്ര വെപ്രാളപ്പെട്ട് അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ ഡേസിയെ? ജോക്കുട്ടനൊന്ന് പോയി കാര്യങ്ങൾ അന്വേഷിച്ചു വന്നാ പോരെ? അത് പോരെ അമ്മച്ചി, അറിഞ്ഞ ഉടനെ പോകേണ്ട കാര്യമായിരുന്നു. ഇന്നലെ പിന്നെ അവൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടാ ഞാൻ പോകാതിരുന്നത്. നന്ദനും ആ കുട്ടിയും ഒക്കെ നമുക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവരാ. ജോബിൻ, നീ റെഡിയായോ? നമുക്കിറങ്ങാം. അമ്മച്ചി, ഞങ്ങൾ വരുമ്പോ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, നേരം കളയണ്ട. അശ്വതി വിളിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങിയോന്നറിയാനാവും. ഹലോ അശ്വതി, നിങ്ങൾ എത്തിയോ ഹോസ്പിറ്റല്? എത്തി ടീച്ചറെ. ടീച്ചർ ഇറങ്ങിയില്ലല്ലോ? ദാ ഇറങ്ങുന്നു. അമ്മച്ചി വരുന്നില്ലല്ലോ. ഫുഡൊക്കെ റെഡിയാക്കി വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇനി താമസമില്ല, ഞങ്ങൾ ഉടനെ എത്തും. നന്ദനും ആതിരയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അശ്വതി. ടീച്ചറെ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. എന്താ അശ്വതി? ആതിര മരിച്ചുപോയി. ജീസസ്. നിങ്ങൾ ഇനിയിപ്പോ ഇങ്ങോട്ട് വരണ്ട. വന്നാലും ബോഡി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. എന്താ മമ്മി, അശ്വതി എന്താ പറഞ്ഞേ? നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അതെന്താ? ആ കുട്ടി മരിച്ചുപോയി ജോബിൻ.
അതെങ്ങനെ സഹിക്കും? നീ വിഷമിക്കാതെ ഡേസി. ഒടേ തമ്പുരാൻ അതിനത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാകൂ. അങ്ങനെ സമാധാനിക്ക്. അപ്പോ ശവടൊക്കെ കഴിഞ്ഞു, വന്നവരൊക്കെ പിരിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അപ്പുവിൻ്റെ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഡോക്ടർ. നമ്മളും വന്നവരുടെ കൂട്ടത്തിലല്ലേ, അപ്പോൾ പിരിഞ്ഞു പോകാൻ ബാധ്യസ്ഥരാണല്ലോ. മറ്റുള്ളവരെ പോലെ നിനക്കിത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം അപ്പോ. എന്നാലും മറന്നല്ലേ പറ്റൂ. അതിന് ശ്രമിക്കെങ്കിലും വേണം. ഇതൊക്കെ പറയാൻ എളുപ്പമെന്നറിയാം, പക്ഷേ നമ്മുടെ മുൻപിൽ അതല്ലാതെ വേറെ ചോയ്സ് ഇല്ല അപ്പോ. നന്ദൻ സാറിനോടും ഞങ്ങൾക്ക് അങ്ങനെയാ പറയാൻ തോന്നിയത്. ഈ സമയത്ത് അത് എത്രമാത്രം മീനിങ്ലെസ് ആണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ മാള് പറഞ്ഞതുപോലെ അല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ലല്ലോ അപ്പോ. ശരിയാണ്, മറക്കണം. പക്ഷേ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് മാറ്റി ശുദ്ധിയാക്കാൻ പറ്റില്ലല്ലോ ഡോക്ടർ. ഒന്നും എപ്പോഴോ ആതിര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത്. ആദ്യമൊക്കെ ആ ചേട്ടനോടും അനിയത്തിയോടും തോന്നിയൊരു സ്നേഹം. പിന്നീട് എല്ലാവരും ഒറ്റപ്പെട്ട് മാറി നിന്നപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ഓർമ്മിപ്പിച്ച് ആശ്വാസം തന്നവളോട് മനസ്സിൽ എപ്പോഴാണ് അങ്ങനെ ഒരു ഇഷ്ടം മുളപൊട്ടിയെന്ന് എനിക്കറിയില്ല. അവൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് കൂടി അറിയില്ലായിരുന്നു. മറ്റാരോടൊക്കെയുള്ള വാശിയായിരുന്നു അപ്പോൾ എനിക്ക്. പക്ഷെ ആ വാശിയൊക്കെ അവളുടെ സ്നേഹം കൊണ്ട് അവൾ മായ്ച്ചു കളഞ്ഞു. ഒരു പരാതിയോ ഒരു പരിഭവവും ഇല്ലാതെ ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് വേണ്ടി എന്ന പോലെ അനുസരിച്ചവൾ ഒടുവിൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഒരുപാട് പ്രതീക്ഷയോടെ പതിവായി എത്താൻ പോകുന്ന വീട്ടിലോട്ട് സ്നേഹിക്കുന്നവർക്കുള്ള സമ്മാനവുമായി യാത്ര തിരിച്ചതായിരുന്നു. ആ യാത്ര എങ്ങും എത്താതെ പോയി. പണ്ടത്തെ പോലെ അപ്പു ഇപ്പൊ പെരുവഴി നിൽക്കോ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല മാളു. അപ്പോ തൻ്റെ മനസ്സെന്താണെന്ന് താൻ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാ തന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതും. അപ്പോ മറ്റൊന്നും ഞങ്ങൾക്ക് നിന്നോട് പറയാനില്ല. ഒരിക്കലും നീ തനിച്ചായി പോയെന്ന് മാത്രം കരുതരുത്. അതിന് ഞാൻ തനിച്ചല്ലല്ലോ മാളു. എത്ര നാൾ കഴിഞ്ഞാലും ആതിരയുടെ ഓർമ്മകൾ എന്നോടൊപ്പം ഉണ്ടാവും. പകുതിയിൽ എപ്പോഴും മുറിഞ്ഞ ഒരു പാട്ട് പോലെ. നന്ദൻ സാറിനോട് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ തിരിച്ചു ചെല്ലണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. പക്ഷേ നാളെ സാറ് പോകുന്ന വാശി പിടിക്കുക. ഞാൻ കണ്ടു. ചിതക്കരികിൽ വീൽ ചെയറിൽ ആ പാവ എത്ര നേരം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അത് കണ്ടു നിൽക്കാൻ പറ്റാത്തോണ്ടാ ഇവിടേക്ക് മാറി നിന്നതും. എല്ലാവരും പിരിഞ്ഞ സ്ഥിതിക്ക് നമുക്കും പോയാലോ അപ്പോ? നിങ്ങൾ പൊയ്ക്കോ, ഞാനിപ്പോ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വിജയങ്ങളോടും ഗീതേൻ്റെയോട് ഞങ്ങൾ പറഞ്ഞത്. അത് സാരമില്ല ഡോക്ടർ, കുറച്ചേരം കൂടി ഞാനിവിടെ നിന്നോട്ടെ. ഞാൻ ഉറപ്പായിട്ട് മടങ്ങിപ്പോയിക്കോളാം കുറച്ച് കഴിഞ്ഞിട്ട്. നന്ദൻ സാറിനെയും നല്ല ചേച്ചിയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. നിങ്ങൾ പോയിക്കോ. വാ, ഇനി അപ്പൂനെ നിർബന്ധിക്കണ്ട.